ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരും എഴുന്നേറ്റില്ല, നമ്മൾ മാത്രമേ എണീറ്റുള്ളൂ. ആ, ഇവിടെ വെച്ചിരുന്ന ഈ നൈറ്റ് കർട്ടൻ ചവിട്ടി ചാടിച്ചത് കൊണ്ട് ഞാൻ ഇതങ്ങ് താഴ്ത്തി വെച്ചു. 7 മണി ആയതേ ഉള്ളൂ. സാധാരണ 9 മണിക്കാണ് വെക്കേഷൻ നമ്മൾ എഴുന്നേൽക്കുന്നത്. അതുവരെ എല്ലാവരും ഉറക്കമാണ്. ഐ ഡോണ്ട് നോ. ചവിട്ടി ചാടിച്ചിട്ട് പറയാം ഐ ഡോണ്ട് നോ. അത് ചുമ്മാ പറയണേല്ലേ. പൂച്ച എങ്ങനെ കറിയണേ? എങ്ങനെ പൂച്ച കറിയണേ? കാക്കയോ? കാക്ക എങ്ങനെ? കാക്ക എങ്ങനെ കറിയണേ? ഇവിടെ കൊതുക് കുത്തിയോ? കൊതുക് കുത്തിയോ? കൊതുകിനെ പിടിക്കാൻ പോവാണോ? തല വെള്ളടിക്കില്ലേ? കൊക്കിലിയാണോ? അത് കോക്കിലിയാണോ? കോക്കിലി. കൊതുകിന് കോക്കിലി. ബ്ലൂബെറിക്ക് എന്നാ പറയണേ? ബ്ലൂബെല്ലി. അത് ബ്ലൂബെല്ലി. അവിടെ ആരും വന്നിട്ടില്ല. അവിടെ ആരും വന്നിട്ടില്ല. അത് ഓപ്പൺ ആയിട്ടില്ല. ആരും വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ. പൂച്ചക്കുഞ്ഞുങ്ങളാണോ? കാല് പോണ പോക്കൊക്കെ. എന്നാ ഈ മമ്മേനെ വിളിച്ചേ? എനിക്ക് ഇഷ്ടമുണ്ട് മുടി തൊടാൻ. എല്ലാവരും മുടി ഇഷ്ടമാണ് എനിക്ക് തൊടാൻ. കേട്ടോ? എന്നിട്ട് അവന്റെ കയ്യില് ഫോൺ ചെയ്യാണോ? ഫോൺ നമ്പർ കിട്ടുവാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബോറിഞ്ചാട്ടോ ഉണ്ടാക്കുന്നത്. കാപ്പി ഇപ്പൊ ചൂടാറിയോ? അല്ല, കൊച്ചു കയ്യിലുള്ളതുകൊണ്ട് തട്ടിക്കളയോ? പുറത്ത് പോയി പിള്ളേര് പല്ല് തേക്കാൻ പോകുന്നു. ഞാൻ അവനെ പുറത്ത് വരുന്നു കൊടുത്തോളാം. കുട്ടിക്ക് രാവിലെ പുറത്തിറങ്ങി നടക്കണം. താങ്ക് പുറത്ത് പോകാൻ ഇതേപോലെ കൊതി. അവര് പാപ്പം കഴിക്കട്ടെ കേട്ടോ. എൻ്റെ കൊച്ചിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ. രാവിലെ വണ്ടിക്കകത്തിരുന്ന് അവൻ കഴിക്കുന്നില്ല. മീന താഴത്തേക്ക് ഇറങ്ങല്ലേ അങ്ങോട്ട്. മീമി ഇല്ല. നോ മീമി. നോ മീമി. ഇവിടെ നല്ല കൊതുകാണ്, അതാണ് മെയിൻ പ്രശ്നം. കൊതുകിന്റെ കളിയാ. എസക്കുട്ടിയുടെ മൂക്കത്തോരണം കടിച്ചു. പേപ്പർ പാപ്പ എടുത്തു. ഇത് കഴിക്കാം. ഞങ്ങൾ ഇന്നലെ പാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇവിടുന്ന് സിഡ്നിക്ക് 15,200 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത് അവിടെയായിരുന്നു. വീടില്ല. ബോള് ഇഷ്ടമാണോ? ചൂസ് കയറ്റിയിടേ. അവൻ്റെ കാല അങ്ങനെ കയറ്റി വയ്ക്കുക.
അവനെന്തിനാ കരയണേന്നുള്ളത് അവനും തന്നെ അറിയത്തില്ല. ബോൾ ഉരുണ്ടുപോയാ കരയും, ഉരുണ്ടു വന്നാ കരയും. ഉറക്കം വരുന്നുണ്ട് അതാന്നേ. പോകാം, നമുക്ക് പോകാം. പശുക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. മസിലുണ്ട് എല്ലാവർക്കും ഉണ്ട്. പപ്പ വണ്ടി വന്നു. എന്നതാ കളി കഴിയുമ്പോ പിള്ളേർക്കൊക്കെ മസിൽ വന്നു. പപ്പേന്റെ ചെയ്യാ മസില് റാൻഡം പ്ലേസ് ആയിരുന്നെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഓരോരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അല്ലേ? ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു. കാരണം മഴയാണ്, പെട്ടെന്നെല്ലാം കാലാവസ്ഥകളെല്ലാം മാറി. എവിടെ ഫില്ലിലും എല്ലായിടത്തും മഴയാണ്. നമുക്കായിട്ട് ഇന്ന് ക്ലൈമറ്റ് സെറ്റ് ആയ പോലെയായിരുന്നു. ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നല്ലോ ഗാർഡനിൽ. ഫുള്ള് പിള്ളേരെ അതിൻ്റെ അകത്ത് കളിയും ഒക്കെ ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് എവിടെ പോയി? ജസ്റ്റ് ആ പുഴയുടെ സൈഡിലൊക്കെ ഒന്ന് പോയി ഇതിലെ വട്ടം കറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? പതുക്കെ വീട്ടിലേക്കാണ് പോണത്. യമുന കാണണോ? എന്താ അത്? എനിക്കറിയില്ല. പപ്പയുടെ ആയിരിക്കും. 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ആ സ്ഥലത്തേക്ക്. ഇവിടെ അടുത്തുള്ള ഒരു ഫാമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ? നമ്മള് ഫാമിലേക്ക് പോയി പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാട്ടോ. ആക്ച്വലി നമ്മളെ ഫിൻലൻഡ് എന്ന് പറയുന്നത് നമ്മളെ ഒരു വാവ് ഫീൽ വരുന്ന ഒരു ഫീലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ഒരു പുതുമയല്ല. നമ്മളിവിടെ താമസിക്കുന്നത് ഇത്രയും വർഷം ആയതുകൊണ്ടും ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയതുകൊണ്ടായിരിക്കാം. അതെ. പിന്നെ ഇവരുടെ കൂട്ടത്തിലൊരു ട്രിപ്പ് എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഇത്ര സമയം കിട്ടുമല്ലേ, ഒരു ഫീലാണ്. സ്ഥലങ്ങൾ എക്സൈറ്റ്മെന്റ് തരിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ 5 ദിവസം ഒരുമിച്ച് ഇങ്ങനെ ഉരുണ്ട് പോകുന്നു. അതാണ് കാര്യം. ഒരുമിച്ച് കുറച്ച് സൗകര്യത്തിൽ കുറച്ച് ഫുഡും കൂടുതൽ ഫുഡും ഒക്കെ കഴിച്ച് ഒരു ഇന്നൊരു എനർജി ഇല്ല, പറയാനൊരു വൈബില്ല. ഒന്നും രാവിലെ നമ്മളെ അതിപ്പോ അവിടെ ഫാമിന്റെ മണം അടിച്ചപ്പോ തന്നെ പോണേ. രാവിലെ പോറിച്ച് കിട്ടിയതാണ് ഇഷ്ടപ്പെടാത്തത്. രാവിലെ എനിക്ക് പോറിച്ച് സുഖമായില്ല. പോറിച്ച് ഇഷ്ടമല്ല, സാൻഡ്വിച്ച് ഇഷ്ടം. എല്ലാം പെച്ചനെ ഇഷ്ടം. ഇവരുടെ പൂച്ചയാന്ന് തോന്നുന്നത്. ജോണിക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ജോണിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമാണ്. നമ്മൾ ആ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ അകത്തായിട്ടുള്ളത് അല്ലേ? അപ്പം ഇവിടെയാണ് കോഫി സൈഡ്. ഇവിടെ പേ ചെയ്യാനാണ് അവർ പറഞ്ഞത്. പൂച്ച, താറാവ്, പശു, ആട് എല്ലാം ഉണ്ടല്ലോ ജയ. ഭയങ്കര രസം. പക്ഷേ സമ്മറിൽ കാണാൻ രസം. വിൻ്ററിൽ എങ്ങനെയായിരിക്കും ഇവർ സർവൈവ് ചെയ്യണം അല്ലേ? ഉണ്ടോ? ആനിമൽസിൻ്റെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം ഇവരിങ്ങനെ വിസിറ്റിംഗ് വെക്കുന്നതുകൊണ്ട് ആളുകളെല്ലാം കണ്ട് പേടിയില്ലായിരിക്കും. ഹലോ യാ. ഇത് എത്ര വർഷം പഴക്കമുണ്ടായിരിക്കും ഈ വണ്ടിക്ക്? ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പഴയൊരു കോഫി പ്ലേസ് പോലെ. അവർ ട്രഡീഷണൽ ഡ്രസ്സിൽ അവിടെ കോഫി ഇത് സെറ്റാക്കുവാണേ. അച്ചുടി പിള്ളേർ ട്രാക്ടറിലൊക്കെ കളിക്കുന്നു. കുഞ്ഞുവാവയ്ക്ക് പേ ചെയ്യണ്ട, ബാക്കി എല്ലാവർക്കും കൊടുക്കണമായിരിക്കും. പക്ഷെ എത്ര കണ്ടോ? ഇതിൻ്റെ അകം കണ്ടോ? സോ എസ്തെറ്റിക്. ഞാൻ കോഫി റൂം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ ചോദിച്ചായിരുന്നു ഓഫീസ് കോഫിന്ന് പറഞ്ഞു. ഓക്കെ. ഫിനിഷ് മുങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവര്. പാൻകേക്സ്. കോഫി പൗഡർ ഉണ്ടാക്കുവാണേ. ഈ കെറ്റിലുകളൊക്കെ കണ്ടാവും. നല്ല രസമല്ലേ എനിക്ക്.
Mitä, kuinka vaan? 300, tila on niin 305 vuotta. Ei, suurin piirtein. 305, eli 305 വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ് ആട്ടോ ഇത്. സാധനങ്ങളാണ്. സാധനങ്ങളും meidän oma keittiö myös tässä aitassa. Meillä on pieni tulipalo tuolla, oli keittiössä kesällä. Niin siis täällä on niinku meidän kaikki tavarat täällä. Pahoja vahinkoja, mutta kuitenkin siltä savuvahinko. savuvahinko. Niin. ഇവരുടെ ഈ ജൂണിൽ ആദ്യം ഇവരുടെ കിച്ചൺ തീ പിടിച്ചു പോയെന്ന്. അതുകൊണ്ട് അവര് ഇതിപ്പോ അവരുടെ റിയൽ കിച്ചൺ ആണ്. പക്ഷെ ഒത്തിരി ഡാമേജ് ഒന്നും പറ്റില്ല എന്ന്. Siinä on ensimmäisenä lehmät, sikoja, lampaat, vuohet, kanit, kanat, kalkkunat, ankat, kissa. നൈസ്. 9 eri niin eläinlajia. ഡിഫറെന്റ്. ആരാ നമ്മൾ കാണിച്ചിരുന്നത്? എവിടെയൊക്കെയാണ് എങ്ങനെ അറിയുന്നത്? ഓക്കെ. കൊച്ചു ചെരുപ്പൊന്നും ഇല്ലാണ്ടല്ലേ? ആക്ച്വലി തണുക്കുന്നില്ലായിരിക്കും അല്ലേ? ഒരു ഫാർം കിഡ്സ് അവിടെ പശുക്കൾ ലവ്ലി അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സിസാല. അത് വേറെ റൂമാ. ഇങ്ങോട്ട് വാ. ഇതിനകത്താ. ഓ, പന്നികളെ കണ്ടു പിള്ളേരെ. ഇതെന്നാ മുഴുത്ത സാധനം? ഓ മുറുത്ത സാധനങ്ങളാണല്ലോ. ഇംഗ്ലീഷ് നോക്കി എന്നാ വലിപ്പമല്ലേ വന്നിരിക്കുക? നമ്മളെ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നത് ഇവിടുത്തെ പേക്കിരിയാണ്. അതിൻ്റെ പുറകെ നമ്മൾ വാലയെന്ന് പോന്നു. ഇതിനകത്ത് തന്നെ നമ്മൾ അതിനകത്ത് മയില് നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമ്മൾ കന്നുകാലിക്കൂടിനകത്തേക്ക് പോകുന്ന ചെരുപ്പൊന്നും ഇടാണ്ട് അങ്ങനെ തന്നെയാണ് പിള്ളേരൊക്കെ പോകുന്നു. അല്ല, അങ്ങനെ പിള്ളേർ വളരുന്ന ഒരു പ്രത്യേക ഗുണമാണ്. പ്രകൃതിയോട് ഇണങ്ങി വളരുന്നല്ലേ. ഇപ്പം നമ്മുടെ അവരോടൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്താ അർപ്പൊക്കെ തോന്നും. പക്ഷെ കപ്പയൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? ആ സ്കെച്ച് തന്നു കൊച്ചു. ആ, വലിപ്പം കൂടുതലുണ്ട്. എന്നാൽ ഈ കൊച്ചുകൾക്ക് എന്നാ ഞാൻ പറഞ്ഞേ, ഈ കൊച്ചുകൾക്ക് കൊറേ പെറ്റ്സാണല്ലേ. മൊയലിന്റെ എന്ത് മണം അറിയാം. പക്ഷെ മൊയലിന് എന്തോ ഒരു മണമുണ്ട്, എന്തോ ഒരു പ്രത്യേക മണമുണ്ട്. എനിക്ക് ആ മൊയലിന്റെ മണം ഇഷ്ടമാണ്. ഈ മണം എനിക്ക് ഗ്രാസിന് മണം. ഗ്രാസിന്റെ ആണ്. എന്നിട്ട് മൊയലിന് കൂടിയായിരുന്നു. ആ മയിലിന് വേറൊരു മണമല്ലേ ഒരു. ഇവര് ചെരുപ്പിടാണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെയുണ്ടല്ലോ കാലിനൊക്കെ നല്ല പവറും ഇമ്മ്യൂണിറ്റി കൂടുതലല്ലേ. മാളിന് ചിരി വരുന്നു. ഈ വീടിനകത്തെ കിച്ചണാണ് അവരുടെ കത്തിപ്പോയത്. ഇതിനകത്തെ കിച്ചൺ കഷ്ടായിപ്പോലെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊന്നും പറ്റില്ല. ലൈഫ് ഇഷ്ടമാണ്. പക്ഷേ അയ്യോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യണമായിരിക്കും അല്ലേ? ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത ആ ഒരു ഭംഗിയുടെ മാത്രമല്ല, ട്രഡീഷണൽ മാത്രമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ആഹാരം കൊടുക്കണം, ഇതുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അതായത് ഈ കാലാവസ്ഥയിലും കൂടെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഒരു സുഖമുള്ള ചൂടുള്ള അവസ്ഥയല്ലല്ലോ അല്ലേ? മൊത്തം പുല്ല് വെട്ടി സൂക്ഷിച്ച് വെക്കണം വിൻ്ററിലേക്ക് വേണ്ടിയിട്ട്. ആടാട്ടോ. അതെ, കുഞ്ഞ് കൊടുക്കുന്ന നോക്കി ഇവളൊക്കെ മിടിക്കുക കേട്ടോ. നമ്മുടെ പിള്ളേർ കൊടുക്കുന്നത് ബോക്സിൽ എല്ലാം മിടിക്ക് വെച്ചാൽ അത്യാവശ്യമാണല്ലോ. എല്ലാ കാര്യങ്ങളും വെച്ച് പഠിച്ചു ഇപ്പോഴേ തന്നെ രണ്ടുപേരും. എത്ര വയസ്സ് കാണൂല്ലേ? എത്ര വയസ്സുണ്ടാവും ആൾക്കൂട്ടോ? അതിനകത്തൊരു കോഴിയുടെ അടുത്ത് പോയിരിക്കുന്ന ഒരു മറ്റേതാണോ? ആ, കോഴി എൻ്റെ അടുത്തിരിക്കണം. വട്ടനെ കൊത്തി തിന്നാനായിരിക്കും. പക്ഷെ അതൊക്കെ ഉണ്ടോ ഒരു ബേബി ലാമ്പ്. നല്ല രസമുണ്ട് ഇതിന്റെ ഫേസ് കാണാൻ വേണ്ടിട്ടാ. അയ്യോ, അതിന്റെ സലൈവ. പാലിന്റെ മണം. അതിന്റെ സലൈവ. അതിന്റെ സലൈവ. പശുക്കളുടെ കൺമഷി ഇവിടുത്തെ പാല്. എനിക്ക് പശുവിന്റെ മറ്റേ ഇവിടുത്തെ മണം വരുമ്പോഴേ അതല്ലേ ഈ കോഫിക്കകത്ത് ഇവിടുത്തെ പാൽ ഒഴിക്കണേ. അതായത്
പശുവിന്റെ മണം മുയലിന്റെ മണം ഇത് രണ്ടും ഭയങ്കര പരിചയമുള്ള മണം പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതെന്താ കറുത്തതുണ്ട്. ഹായ് നല്ല ഇവിടെ കോഴിപ്പൂരക്കാണ് കോഴിപ്പൂവൻ ഇവനാണ് ഈ കോഴിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ് കുഴപ്പം. ഫിൻലൻഡിൽ ഓടിക്കല്ലേ. മറ്റേ വാല് പൊങ്ങിയിരിക്കണുണ്ടോ ഇത് രസക്കൂട്ടം മിസ്സായി പോയല്ലോ ചെയ്യുന്നത് വേണ്ടപ്പോ അമ്മ തൊട്ടാ പോരെ. കുറച്ച് ഗൗരവക്കാരനാണേ. മൂരിയ ഇയാൾ ചില്ല. ഇച്ചിരി ഗൗരവക്കാരനാണ്. കണ്ടോ? ഫുള്ള് ചനങ്ക. ആ നല്ല ഗൗരവമാണ്. ജിയൻ സെറ്റപ്പിലുള്ള നമ്മൾ നോർവേ പോലെ ഇങ്ങനത്തെ കുറേ കണ്ടിട്ടില്ല. ഭയങ്കര വലിപ്പമൊക്കെ ആയിട്ടല്ലേ. നല്ല രസമുണ്ടല്ലോ. നമ്മളെ കാണുന്നുണ്ട് പക്ഷെ അത് ഇച്ചിരി മടുത്തു. പക്ഷെ എമ്മൂലും കണ്ടില്ലല്ലോ. യശക്കുട്ടി എങ്ങനെ കരയണേ? എങ്ങനെ കരയണേ? കൊച്ചൂടെ അടുത്തുണ്ടോ അവിടെ കോഴി കോഴി കൊച്ചു ഒച്ച കേൾപ്പിക്കുന്നതിന് അവിടെ പോയി. പൂച്ച പോയി. ഇനി കോഴിയുടെ അത് വരും. ചേട്ടനും പെറ്റായി അത് ചേട്ടൻ ഇവിടെ തൂത്ത് കൊടുത്തതിന് കോഴി അമ്മൂ ഫുള്ള് ഈച്ച എനിക്ക് വേണ്ട. അല്ല ഇവരെല്ലാം മ്യാവുന്ന. അങ്ങോട്ട് പോവാതെ കോഴീനെ കാണുമോ എന്നെ പറഞ്ഞൊക്കെ കോഴിനെ കാണുമ്പോൾ കാക്കാന്ന് പറഞ്ഞേ. കാക്കല്ല ഓടല നമുക്ക് ഇത് കാക്കയല്ല അത്. പന്നിനെ കാണിക്കണേ. അതാരത് കോഴിക്കുട്ടനാണോ? കോഴിക്കുട്ടൻ കോഴിക്കുട്ടൻ അവൻ എണ്ണത്തിനെ നോക്കുന്നേ നോക്കി. ഓ അങ്കവാലുള്ള പൂങ്കോഴി. ആ ബൗബോ പൂങ്കോഴി. കണ്ടോ അതൊക്കെ കുഞ്ഞതാ. പൂച്ച അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് പന്നീനെ കൊണ്ട് കാണിച്ചു കൊടുത്താലോ? പന്നിനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ. ആ ഇതൊരു കണ്ടിട്ടില്ലാത്ത സാധനല്ലേ. ഇവര് ഫസ്റ്റ് ടൈം ആട്ടോ പന്നിനെ കാണുന്നത്. ഞാൻ കണ്ടിട്ടുള്ള കൊന്നേക്കിന് മതിയായതാണ് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള മതിയായ റിയൽ ലൈഫിലാണ്. പക്ഷെ അതിന്റെ മൂക്ക് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അടുത്ത്. എല്ലാം കാക്ക. കൊച്ചിന് കാക്ക കേട്ടോ. കാക്കയെല്ലാം പോലെ താറാവ് അങ്ക അങ്ക നിങ്ങളെ കാണുമ്പോ കൊച്ചു പിടിച്ചു നിങ്ങളെ കാണിച്ചാലോ? പൂച്ച അടുത്ത പ്രാവശ്യം പൂച്ച അതിന്റെ മാറി കൊച്ചു മാത്രം പയ്യെ തൊട്ടോ. കൊച്ചു തൊട്ടേ. കൊഴപ്പില്ല കൊച്ചു എടുക്കട്ടെ. കിടക്കുവാണെങ്കിൽ അത് മാന്തുവേ. ഞാൻ അതിനെ കിടത്തുമ്പോ അതിന്റെ വയറേല് ഞാൻ മറ്റേ ചിരിപ്പ് അതിനെ കടിച്ചാൽ നോക്കാം. പന്നിനെ കാണാൻ പോണാണ്. ഇതാ ഏറ്റവും പീഡിപ്പിച്ച ഇതാ. ഇവന് പേടിയില്ല. എന്റെ മോൻ കണ്ടിട്ട് ഇവന് പേടില്ല. ഞാൻ ചിലപ്പോൾ പേടിക്കായിരിക്കുന്നേ. അത് ചക്കിയാ പറഞ്ഞ നോക്ക് നോക്ക്. നോക്കാം. അതിന്റെ കണ്ണു സൂക്ഷിക്കാറാ. പേടിയില്ല. ഇതിന് കുഞ്ഞു കണ്ണു. ഇതിന്റെ ഷേപ്പും അതിന്റെ ഷേപ്പും തമ്മിൽ വ്യത്യാസം കണ്ടോ? ഇതിന്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നു. പേടിയുണ്ട്. ഇതിന്റെ സ്ലിം മോഡൽ നല്ല നീട്ടോ. അവൻ വിറയ്ക്കുന്നുണ്ട്. കണ്ണികളെ കണ്ടാലോ കൊച്ചിന്? മൂയിലുകളെ ഇതിനെ പേടിയാ. കണ്ടോ? ഇത് വളഞ്ഞ ഫേസ്. ഇത് നേരെയുള്ള ഫേസ്. കുഞ്ഞുങ്ങൾ 4-5 ഇരിക്കുന്നത്.
ആ ഇവിടെ നല്ല മുഴുത്ത പൂവിനുണ്ട്. ഇതെന്നെ യശുക്കുട്ടി? യശുക്കുട്ടി എന്നപ്പോ? അല്ല അവനോട് ചോദിക്കട്ടെ, അവന് ഏത് കുഞ്ഞതാ? അല്ല അത് വേറെ മറ്റേ കോഴിയാ. അതല്ല മറ്റേ നോക്കി പൂ നോക്കിയാ നോക്കിയേ, മുഴുത്ത പൂവൻ ഓടി പറക്കുക. പിടിച്ചോട്ടടി അവൻ തൊട്ട. പൂച്ചേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രക്ഷയില്ല. ഓ ഇത് നോക്കി ഇഷ്ടല്ല. ഞങ്ങളതിന്റെ മുഖത്ത് തുടങ്ങുമ്പോ ആ പൂച്ച കടിക്കുക, സുഖോട്ട് ചെയ്യുമ്പോ പോവണ ഇഷ്ടപ്പെടുന്നില്ല. പൂച്ചക്ക് ഇവനെ ഇഷ്ടം. പൂച്ചക്ക് ഇവനെ മനസ്സിലായത് കുഞ്ഞു വെച്ചാന്ന്. കറുത്ത സാധനം ഇവിടെ മീശയിലൊന്നും പിടിച്ച് വലിക്കല്ലേ. കുഞ്ഞിന് വേണോ പൂച്ചേനെ? നമ്മൾ വന്നപ്പോ ആരും ഇല്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരെ കാണുന്ന തിരക്കും ഇത് പയ്യെ വന്നു. ഇത്രേ ആളുകൾ വന്നു കഴിഞ്ഞു കുറേ പേര്. ഇപ്പം നല്ല തിരക്കായല്ലേ? നമുക്ക് ഔറയുണ്ട് തോന്നുന്നല്ലേ? നമുക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പണ്ടൊക്കെ തന്നെ ചില സ്ഥലത്ത് 1-ാം തീയതി ഇങ്ങനെ വീട് വിളിച്ചോണ്ട് പോകും. ആ മാസം ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തരുവാണ്. നീ ചിലപ്പോൾ അങ്ങനെ എന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ചെയ്യാനാ? ക്ഷമിക്കണം, നമ്മൾ പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ കോഫി കണ്ടതിനൊക്കെ വേണ്ടിയിട്ട് സന്തോഷമല്ലേ? കാരണം ഇവർ ഇത്രയും സന്തോഷമാണ്. ഭയങ്കര ലൈവ്ലി ആയിട്ട് അതൊരു കുഞ്ഞു മുങ്കിയാണ്. ഫിനിഷ് മുങ്കി എന്ന് പറയും. ട്രഡീഷണൽ സംഭവമാണ്. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇല്ല മമ്മ പാൻകേക്ക് പറഞ്ഞു. പാൻകേക്ക് അതിൻ്റെ കൂടെ ജാമ്. ഒരു യങ് ഫാമിലി കേട്ടോ. അതായത് പിന്നെ 4ഉം 2 വയസ്സ് 2.5 വയസ്സുള്ള 2 കുഞ്ഞു പിള്ളേരും. അയ്യോ എന്ത് എഫിഷ്യൻ്റ് ആയിട്ടല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് അവർ മേക്ക് ചെയ്ത സംഭവമായിരുന്നു. അത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ മാളുവും ചക്കയും ജോണിക്കുട്ടിയും ഗൈഡിന് ചെറിയൊരു മോട്ടിവേഷൻ അല്ല, അതിനെന്താന്ന് പറയുന്നത്, നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു കുഞ്ഞൊരു പിള്ളേരെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവർക്കുള്ളൊരു പ്രോത്സാഹനം പോലെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇടാന്ന് പറഞ്ഞു. അപ്പൊ അതിന് ജോണിക്കുട്ടിയുടെ സേവ് ചെയ്തെന്ന് കൊടുത്തു. മമ്മ തരൂന്ന് പറഞ്ഞല്ലേ? ഓ ഇപ്പോഴേ തന്നെ കണ്ടു, അവന് വേണോ അത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പാരന്റിങ്, ആ കുഞ്ഞു കൊച്ചിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ ഉറക്കാനുള്ള ഇത് അവർ ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ മൂത്ത കൊച്ചിനും എന്തോ ടാൻട്രം ചെറുതായിട്ട് വന്നു. മറ്റേ ആ ടാബ്ലറ്റ് വാങ്ങിയില്ലായിരുന്നു. ഇവിടെ സമ്മറിൽ കാട്ടിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് എയ്ഡിൽ മേടിച്ച് വെക്കേണ്ട ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ വല്ല സ്നേക്ക് ബൈറ്റ് അല്ലെ അത് ഉണ്ടാകുന്നല്ല, പക്ഷെ എന്നാലും നമ്മളെല്ലാ പ്രാവശ്യം സമ്മറിൽ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നതിന് ഇപ്പം മേടിച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ABC-ക്കകത്ത് ഫാർമസി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി തപ്പി കാണുന്നില്ല. അവസാനം നടന്നു കിടന്നപ്പോൾ വേറൊരു ബിൽഡിങ്ങിലാണ് ഫാർമസി. അതിൻ്റെ തൊട്ടപ്പുറം എന്നാണെന്നറിയോ? ആൽക്കഹോൾ ഷോപ്പ്. എന്തൊരു കോമ്പിനേഷൻ അല്ലേ? ഒരു സൈഡിൽ ആൽക്കഹോളും ഇപ്പുറത്തെ സൈഡിൽ ഫാർമസിയും. കൊള്ളാട്ടോ, നല്ല രസം. മൊത്തത്തിലൊരു വില്ലേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണേ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ചെറിയ മഴയും തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ 13 ടെമ്പറേച്ചർ. കാറ്റ് വീശുമ്പോഴാണ് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചാറ്റൽ മഴയ്ക്കും. ഇത് ഗാർഡൻ ഡെക്കോർ പോലെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? എല്ലാം നോക്കിക്കേ. അതിൻ്റെ എൻട്രൻസ് റൈറ്റ് സൈഡിലോട്ട് ആൽക്കോള്. എന്നിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഗാർഡൻ ഡെക്കോർ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. സ്വാനിൻ്റെ അകത്ത് പൂവുണ്ടായേക്ക് നോക്കി, എന്ത് രസമല്ലേ?
നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ആൽക്കോ, മറ്റേ സൈഡിൽ ഫാർമസി. ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ആൽക്കോള്, ഇങ്ങോട്ടും മരുന്ന് കട. ഇതുണ്ടോ? ആക്ച്വലി എനിക്ക് തണുക്കുന്നുണ്ട്. മാളുവിനാണ് നല്ല വാമായിട്ടുള്ള സെറ്ററുണ്ട്. അപ്പോൾ മാളുവിനോട് പറയായിരുന്നു മറ്റേ മമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. വീഡിയോയിലും വ്യൂ സത്യേ എൻ്റെ ഹൈറ്റിൻ്റെ ഡിഫറൻസ് എന്ന് ഓർത്ത് നോക്കിയേ. ആ പിള്ളേരൊക്കെ അങ്ങ് വലുതായി പോകുന്നു. അപ്പൻ്റെ ഹൈറ്റ് കിട്ടിയിരുന്നു എന്തായാലും മോൾക്ക്. അങ്ങനെ ഞാനും ചിക്കും കൂടെ പോരുന്ന വഴിക്ക് വണ്ടി നിർത്തി. അപ്പം ഈ ഫോറസ്റ്റ് കയറി കുറച്ച് ബ്ലൂബെറി പറിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പരിചയമില്ലാത്ത ഫോറസ്റ്റ് ആയതുകൊണ്ട് പിള്ളേരെ കൂട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫല്ല. ഇച്ചിരി കൊതുകിന് സ്പ്രേ ഒക്കെ അടിച്ച് വെക്കും. നമ്മൾ തളർത്തിക്കളയുന്നത് ഇവിടുത്തെ കൊതുകാണ്. ഇച്ചിരി കൊതുകിനൊക്കെ സ്പ്രേ അടിച്ചു കൂടെ ഈ കയ്യിൽ. ഞാനും ബൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സ്മെല്ല അല്ലേ? കെമിക്കലായതുകൊണ്ടുള്ളൊരു മടിയാണ്. ഈ നേരെ എടുക്കുന്നില്ല. ഒരു അരമണിക്കൂർ വരെ ചിക്കു. നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറാൻ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ് പോലെ. പിന്നെ അത്യാവശ്യം വണ്ടി പോകുന്ന ഇവിടെ സ്റ്റോപ്പൊന്നും കാണുന്നില്ല. രണ്ട് സൈഡും മുഴുത്ത കാടേ, വലിയ ഫോറസ്റ്റ് ആട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫില്ലിങ്ങിൽ എല്ലാ പൗരന്മാർക്കും ഫോറസ്റ്റിനകത്ത് കയറി ഇങ്ങനെ ഇതുപോലെ ബ്ലൂബെറി പറിക്കാം. പ്രൈവറ്റ് വ്യക്തികളുടെ മാത്രം കയറുന്നത് മാത്രമേ ഉള്ളൂ. നിറച്ച് ബ്ലൂബെറീസ് ആണേ. ഞാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. ഇഷ്ടംമാതിരിയാണേ. എൻ്റെ പൊന്നി തന്നെ ചെയ് കാണുന്നത്. ഞാൻ തപ്പിപ്പറക്ക് ഇത്രയും കിട്ടിയ ഞങ്ങൾ പോയി ഇഷ്ടംമാതിരിയല്ലേ. ഫുള്ള് ഇത് മൊത്തം കാണുന്നത് ബ്ലൂബെറിയും പിന്നെ ലിങ്കോൺ ബെറി ഒക്കെയാണ്. നോക്കി ഓരോന്നിൻ്റെ ചോദിച്ചതാണോ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ടെന്ന്. സ്പൈഡറൊക്കെ ഉണ്ട് കേട്ടോ, നോക്കണേ. ഇത് ഓരോന്നേ നടത്തി പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം എടുക്കും. പിള്ളേരൊക്കെ ആയിട്ടാണെങ്കിൽ ഓരോന്ന്. പക്ഷേ ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത ഫോറസ്റ്റ് ആയതുകൊണ്ടല്ലോ പിള്ളേരെ കൊണ്ട് വരണ്ടാന്ന് വെച്ചു. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം. പക്ഷേ പിള്ളേരതുകൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ. അവർ ഇടയ്ക്ക് അവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ഓടിപ്പോയി നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി എടുക്കുന്നില്ല. ഒരു ബക്കറ്റിനുള്ളത് എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് വീട്ടിൽ നിന്ന് വല്ലതും പോയിട്ട് ബാക്കി അവിടെ നിന്ന് മറിക്കാം. എന്നെ ചെയ്യാം സൗണ്ട് കേൾക്കുന്നേ. അപ്പോൾ നമ്മൾ വെക്കേഷൻ വൈബിൽ വന്നേക്കുന്നതാണല്ലോ. അപ്പം പിള്ളേരുടെ വെക്കേഷൻ നമ്മൾ ആ വൈബ് കളയുന്നില്ല. കാരണം അവർ ബോറടിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇത്ര കാണിച്ച് എന്തോരം കിട്ടി? അത്രയും കിട്ടി ധാരാളം. വെക്കേഷൻ ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഉണ്ടായിട്ടുണ്ട്. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കാട്ടിൽ നിന്ന് പറിക്കാം. ധാരാളം. നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും തിരിച്ചായി പോയാലോ. സമയം തീർത്തെന്നുള്ള ഫീലിങ്സ് വേണ്ട. കാരണം വെച്ചാൽ നല്ല വെതർ കിട്ടുമ്പോൾ നമ്മൾ നേച്ചറിൽ ഇറങ്ങി പിള്ളേർ കളിച്ചാലൊക്കെയാണ് അവർക്കൊരു രസം അല്ലേ. ഇപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങണമെങ്കിലേ ഇച്ചിരി കൂടി തണുപ്പായി കഴിഞ്ഞാൽ അവർ ഇറങ്ങുകയില്ല. അപ്പം പിന്നെ ആ ദിവസവും സമയമൊക്കെ പോകും. നമുക്ക് പോയാലോ. അത് നമ്മൾ പറിക്കാൻ തുടങ്ങി അങ്ങ് നിറയണോടെ വരെ പറിച്ചുകൊണ്ടിരിക്കുവേ. ഒരു 2 മണിക്കൂർ പറിച്ചാണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ഈ ചതുപ്പ് പോലത്തെ സ്ഥലമായതുകൊണ്ടേ നോക്കി ചവിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കുഴിയിലോട്ട് പോവുകയും ചെയ്യും. പിന്നെ
നമുക്കത് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ നിക്ക് ഞാൻ വരട്ടെ, എനിക്ക് പേടിയാവുന്നു. ഇച്ചേ എനിക്ക് പേടിയിച്ചേ, ഇതിലേതാ പാറ ഏതാ ചതുപ്പെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നിൽക്കുക. ഇച്ചേൻ പോയതേ ഇത് വഴിയാ. നീ അവിടെ നിൽക്കി, ചോൺകുട്ടി കൊണ്ട് വരില്ല. അവിടെ നിൽക്കടാ, ഞാൻ പപ്പ പോയ വഴിക്ക് പോട്ടറാ. ആ പാമ്പിൻ്റെ വീടുണ്ടാവും, അതുകൊണ്ടാണ് മമ്മിക്ക് പേടി. കണ്ട ഇങ്ങനെ പൊതഞ്ഞിരിക്കും ചതുപ്പ്, ഇങ്ങനെ പായൽ പൊതഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാറയുടെ മേളിലാണ്, പക്ഷെ പാറയായിരിക്കില്ല അത് ചിലപ്പോൾ. അയ്യോ ഡോർ തുറന്നു അപ്പുറത്തെ. അത് ഗ്യാരേജ് പപ്പ ഓപ്പൺ ചെയ്താ. ജോൺകുട്ടി അകത്തേക്ക് കയറിക്കോ, വണ്ടി പോകുന്ന വഴിയാ. കയറിക്കകത്ത ദേ ചൊറിയണ പുഴു. അയ്യോ കണ്ടോ, ഇതൊക്കെ ചൊറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതൊക്കെ ഇട്ടേക്കണോണ്ട് കുഴപ്പമില്ല. കോരി എടുക്കുമ്പോൾ അതിനെടുക്കല്ലേ. ആ വരുവാ, കഴിഞ്ഞു. പപ്പയുടെ കയ്യിലുള്ള മമ്മ എടുക്കുന്നില്ല ഇനി. ഉണ്ട്, വണ്ടി വരുന്നു അകത്തോട്ട് കയറിയേ. അവരിറങ്ങും അപ്പുറത്തുനിന്ന്. ഇവിടെ വാ ജോൺകുട്ടി. എന്തോ എടാ കൊതുക് കയറും അകത്ത് കേട്ടോ. ഡോറെപ്പോഴും തുറക്കല്ലേ. എന്നെ പോക ചായ എങ്കിൽ വാ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ സമയം പോവും. നമ്മുടെ കൊച്ചു കരയുന്നുണ്ട്. അന്നേ ഞാൻ അങ്ങോട്ട് പോട്ടെ. വാ നമുക്ക് അധികം നേരം കളയണ്ടെന്നേ, പോവാന്നേ. ആവശ്യമുള്ള സമയത്ത് ഇപ്പം നമ്മൾ വാഷ് ചെയ്യണ്ട, കാരണം വാഷ് ചെയ്ത കടയിൽ പോകും. ഉപയോഗിക്കുന്നത് മാത്രം എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കുറച്ച് ഇതേ എന്നെ അടി തന്നെ വെച്ചാൽ പോരെ. ഇതിന്റെ അടി വെച്ചാൽ മതി, അല്ലെങ്കിൽ പണി. ബ്ലൂബെലി എന്ന് പറഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ പോണ ഈ ക്യാമ്പിംഗ് സ്ഥലത്ത് ഈ മീൻ പിടിക്കണം. മീൻ പിടിച്ച സ്ഥലത്ത് സത്യമായിട്ട് കള്ളായിട്ട് പോകാൻ പറ്റില്ലേ? ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല. പോണം ആ സ്ഥലത്ത്, മീൻ പിടിച്ചാൻ പറ്റുന്ന സ്ഥലത്ത്. നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്, പക്ഷെ അത് കൺഫേം അല്ല അവിടെ മീൻ പിടിക്കാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ അതൊക്കെ അറ്റ്ലീസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, ബീച്ച് പോലത്തെ. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ കയറുന്നത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ നിങ്ങൾ പ്രോമിസ് ചെയ്തില്ല. നമ്മുടെ ഗ്യാരേജിന്റെ അകത്ത് കയറ്റി വെച്ചിട്ട് നമ്മൾ പോവാണ്. ൂരാൻ പറ്റുന്നില്ല ചെയ്യൂ. പിന്നെ ടൈറ്റ് സോക്സ് ഇല്ലാഞ്ഞിട്ടേ ബ്ലൂബെറി 1-2 അതിനകത്ത് ചാടി കഴിഞ്ഞിട്ടേ ചോര ആയ പോലെ. അതെ എന്റെ പിന്നെ അങ്ങനെ കയറിയില്ല. ഞാൻ ജീൻസിന്റെ ഇതിട്ട് ടൈറ്റ് ചെയ്ത്. ഇത് ഗ്ലൗസ് കൂടെ കളയണോ അല്ലേ? ഗ്ലൗസ് കളയോ? അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ എന്നാ ഒരു യാത്ര അല്ലേ, സാധാരണ യാത്ര. വെക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും കോസി വൈബ്, 5 സ്റ്റാർ ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, നേരത്തെ ഫുഡ്, ഇതൊക്കെയാണ് അത്ര യാത്ര. അയ്യോ കൊച്ചു പിന്നെ അവൻ കരച്ചിൽ തുടങ്ങിയല്ലോ. ഞാൻ കയറുവാണേ. എനിക്ക് കയറാൻ പറ്റില്ല. ചെരുപ്പ് ഇത് ആരെ കരയണേ? ബ്ലൂബെലി പച്ചാൻ പോയതാ. ബ്ലൂബെലി വെച്ചാൻ പോയതാ. എല്ലാം കയറ്റി വെച്ചു. ഇനിയിപ്പോ നമ്മൾ നേരെ ക്യാമ്പിങ്ങിലോട്ട് പോവാട്ടോ. മീനും പിടിക്കാം, പക്ഷെ നമ്മള് നമ്മുടെ ക്യാമ്പിങ്ങിൽ ചെല്ലട്ടെ. ജോണിക്കുട്ടിക്ക് മീൻ പിടിച്ച് മതിയായിട്ടില്ല. നല്ല രസമുണ്ടല്ലേ നോർവേയിൽ. പക്ഷെ എവിടെ ചെന്നാലും നല്ല രസമായിരിക്കും അല്ലേ. ഇവിടെ എല്ലായിടത്തും തന്നെ റോഡിന്റെ പണികൾ നടക്കുകയാണ്. നമ്മൾ പോകുന്നപ്പോൾ ഈ വഴിയാണ് വന്നത്, വേറെ വഴിയല്ലേ? വേറെ വഴിയായിരുന്നു.